ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞുവെന്ന്. അതിന് തൊട്ടു പിന്നാലെ ജമാഅത്തയുടെ ഷൂറ മെമ്പർ, അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നത്ത്, അദ്ദേഹം പറയുകയാണ് ഒരു യഥാർത്ഥ ഇസ്ലാമിന് ഒരിക്കലും മതരാഷ്ട്രവാദം ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കുന്നത്? ഇതിനകത്ത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത് സത്യവും സതീശൻ പറയുന്നത് ശുദ്ധ കളവുമാണ്. വിശ്വാസ്യത ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നതനായ ധൈഷണിക നേതാവാണ്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം പലവട്ടം എന്നെ എൻ്റെ വീട്ടിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഖുറാനും ഖുമേനിയും എന്ന് പറയുന്ന ഒരു ലേഖനം ഞാൻ എഴുതിയപ്പോഴാണ്. അതിൽ എൻ്റെ ഒരു വാദം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിൽ ഖുമേനിക്ക് സ്ഥാനമുണ്ടോ, അതുണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്നുള്ളതാണ്. അദ്ദേഹം അതിന് എനിക്ക് എഴുതിയ മറുപടി, കെ വേണുവിൻ്റെ സമീക്ഷ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിലാണ് അത് വന്നത്. അദ്ദേഹം എനിക്ക് എഴുതിയ മറുപടി അതിനകത്ത് പറഞ്ഞു, ഖുമൈനിക്കാണ് ഖുറാനിൽ സ്ഥാനമുള്ളത് എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നതനായ നേതാവാണ്. ഇനി അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ദാറുൽ ഇസ്ലാം കേട്ടിരിക്കും നിങ്ങൾ. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള ഇസ്ലാമിക സാമ്രാജ്യം എന്നാണ് അർത്ഥം. ലോകം മുഴുവൻ ഇസ്ലാമിക മതത്തിൻ്റെ അധീനതയിൽ വന്ന് ശരീഅത്ത് നിയമപ്രകാരം ഭരണം നിർവഹിക്കപ്പെടുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് എന്ത്? ദാറുൽ ഇസ്ലാം. ആ ദാറുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു അത് ദാറുൽ ഇസ്ലാമിൽ എല്ലാ മുസ്ലിങ്ങളും വിശ്വസിച്ചേ പറ്റൂ. ദാറുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനും മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയാൻ സാധ്യമല്ല. അപ്പോൾ പ്രശ്നം, നിങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുകയും അതാണ് ഇസ്ലാം മതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ജിഹാദ് ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ കടമയാണ്. ഒരു അമുസ്ലിം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ അമുസ്ലിമിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമിൻ്റെ നേരായ മാർഗം പറഞ്ഞു കൊടുത്ത് അയാളെ സ്വർഗത്തിലെത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അതിൽ നിങ്ങൾ ചത്താലും കൊന്നാലും നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഇനി ഇത് വെറും പ്രചാരണം മാത്രമാണോ? അല്ല. സാക്ഷാൽ പ്രവാചകനായ മുഹമ്മദിന്, അദ്ദേഹം രണ്ടാമത്തെ സെൻറ്റൻസിൽ അത് പറയുന്നുണ്ട്, പ്രവാചകനോട് ബഹുമാനമുള്ള ഒരാളും മതരാഷ്ട്രവാദം വേണ്ട എന്ന് പറയില്ല എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. സത്യമാണത്. കാരണം പ്രവാചകൻ ഇസ്ലാം മതപ്രചാരണത്തോടൊപ്പം മതരാഷ്ട്രങ്ങളും നിർമ്മിച്ചു. അങ്ങനെയാണ് ഇസ്ലാം മതരാഷ്ട്രങ്ങളായതും ഇന്ന് 53 ഇസ്ലാം മതരാഷ്ട്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതും ഇതിൻ്റെ ഫലമായിട്ടാണ്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശരീഅത്ത് നിയമപ്രകാരം ഭരണം നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹം. പല സ്ഥലങ്ങളിലും അതുകൊണ്ട് പൂർണ്ണമായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ ബംഗ്ലാദേശ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശ് സെക്കുലറായിരുന്നു, ഇപ്പോൾ അത് ശരീഅത്ത് നിയമത്തിലേക്ക് മാറി. പാകിസ്ഥാൻ ശരീഅത്ത് നിയമം, അഫ്ഗാനിസ്ഥാൻ ശരീഅത്ത് നിയമം, ഇറാൻ ഇറാഖ് ശരീഅത്ത് നിയമം, ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ശരീഅത്ത് നിയമമാണ്. അത് പ്രകാരം ഒരു രാഷ്ട്രം ഉണ്ടാക്കണം. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുസൽമാനെ സമ്പൂർണമായി ഇസ്ലാം മതം അനുശാസിക്കുന്ന വിധത്തിൽ വിശ്വാസപരമായ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലോകം മുഴുവൻ ഇസ്ലാമായി മാറിയിരിക്കണം. ചുരുങ്ങിയത് അവൻ ജീവിക്കുന്ന രാഷ്ട്രം ഇസ്ലാം മതരാഷ്ട്രമായിരിക്കണം. അവൻ ജീവിക്കുന്ന രാജ്യം ചുരുങ്ങിയത് ശരീഅത്ത് പ്രകാരം ജീവിക്കുന്ന ജനത ഉൾക്കൊള്ളുന്ന രാജ്യമായിരിക്കണം.
ഇതാണ് അതിൻ്റെ നിയമം. പിന്നെ എന്തിനാണ് സതീശൻ ഈ പച്ചക്കള്ളം പറയുന്നത്? സതീശൻ ഇത് പറഞ്ഞു, നല്ല ചോദ്യമാണ്. സതീശന് പറവൂർ ജയിക്കണം എന്നുണ്ടെങ്കിൽ പറവൂരിൻ്റെ പല പ്രദേശങ്ങളിലും ഇസ്ലാമിക തീവ്രവാദികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമികളുണ്ട്, PFIക്കാരുണ്ട്, മദനിയുടെ പാർട്ടിക്കാരുണ്ട്. ഇവരുടെ എല്ലാം വോട്ട് കിട്ടണം. അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് സതീശൻ ജയിക്കുന്നത്. അപ്പോൾ അവരുടെ വോട്ട് വാങ്ങി സതീശൻ ജയിക്കണം എന്നുണ്ട്. അവരുടെ വോട്ടുമുണ്ട്, പിന്നെ NSSൻ്റെ വോട്ടുമുണ്ട്. NSSൻ്റെ തിണ്ണ നിറങ്ങരുത് എന്ന് അദ്ദേഹം പറയുമെങ്കിലും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ അദ്ദേഹം എല്ലാ തിണ്ണകളും ഒരുപോലെ നിറങ്ങും. അതിൽ അത് ജയിക്കുന്നതിന് വേണ്ടി അത് വേണ്ടിയും വരും. ഇവിടെ അദ്ദേഹം ഇത് പറയുന്നത് ഇതിനു വേണ്ടിയാണ്. ഇതിനു വേണ്ടി ശുദ്ധ കളവാണ് അങ്ങേര് പറഞ്ഞത്. പക്ഷെ മതരാഷ്ട്രം വാദം ഇല്ല, അത് നിർത്തിയെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ തിരിച്ച് ഈ പറയുന്ന കാരക്കുന്നത്ത് ഇത് പറയുമ്പോൾ അവിടെ സ്പ്ലിറ്റായി. അപ്പോൾ പിന്നെ അത് സതീശനെ ബാധിക്കില്ലേ? ഇല്ല, സതീശനെ ബാധിക്കില്ല. സതീശൻ അവരെ വെള്ള വീശിയില്ലേ? ഇവരുടെ വാദം എന്താണ്? അവരൊക്കെ സെക്കുലറാണെന്നല്ലേ വാദിക്കുന്നത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണലായിട്ട് ഒരു വിഭാഗം മാത്രമേ ഉള്ളത്. ആരാണ്? ഹിന്ദുക്കൾ മാത്രമാണ് കമ്മ്യൂണൽ. ബാക്കിയുള്ള എല്ലാം സെക്കുലറല്ലേ? ക്രിസ്ത്യാനികൾ സെക്കുലറാണ്, മുസ്ലിങ്ങൾ സെക്കുലറാണ്. കമ്മ്യൂണലായിട്ട് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അതല്ലേ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തം. അപ്പോൾ പിന്നെ അതല്ലേ സതീശനും പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇതുപോലെ നുണ പറയാനായിട്ട് മിടുക്കുള്ള ഒരാൾ കഷ്ടമാണത്. കാരണം ഇതൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ പറയണം? മനുഷ്യരെ പറ്റിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ? സതീശന് സത്യത്തിൽ ഭയമുണ്ടോ? പറവൂര് കുറി താൻ ജയിക്കില്ല എന്നുള്ള ഭയം? അല്ല, സതീശൻ അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലക്ക് കോട്ടം തട്ടിയാൽ സതീശൻ തോറ്റുപോകും. എന്ന് ആ സീറ്റ് CPM ഏറ്റെടുക്കുന്നുവോ അന്ന് സതീശൻ തോറ്റിരിക്കും. കാരണം CPIയിൽ ആളില്ലാത്ത പാർട്ടിയാണ്. CPMകാർ വേണം CPIക്കാരെ ജയിപ്പിക്കാനായിട്ട്. അവർക്ക് ആളില്ലാത്ത കക്ഷികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPIക്കാരെ ജയിപ്പിക്കാൻ വേണ്ടി CPM അവിടെ അങ്ങനെ വലിയ പണിയെടുക്കാറില്ല. അപ്പോൾ അത് ഗുണമായിട്ട് വരും. പിന്നെ അവിടുത്തെ NSSുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള ഒരാളാണ് സതീശൻ. അവരെല്ലാം സതീശൻ ഒരു സ്വജാതിക്കാരനല്ലേ എന്ന് കരുതിയിട്ട് വോട്ട് തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ അവരെല്ലാം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ജയിച്ചു പോകുന്നത്. അപ്പോൾ ഇക്കുറി ഇങ്ങനെ ഒരു വാദം ഈ പറയുന്ന ഇത് കാരണം ഇസ്ലാമിസ്റ്റുകളെ മുഴുവനും വെള്ളപൂശിയൊക്കെ അല്ലേ അദ്ദേഹം. അപ്പോൾ NSS എന്നാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. കാരണം അത്ര ഗാഢമായ ബന്ധം അദ്ദേഹത്തിന് NSSുമായിട്ട് അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല അതിൻ്റെ മുഴുവൻ വിവരങ്ങൾ. എങ്കിലും ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കെ ഇത്രയും വലിയൊരു പച്ചക്കള്ളം പറയുക എന്ന് പറയുന്നത് അത് ഉളുപ്പില്ലായ്മ എന്നും കൂടി അതിനൊരു പേരുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ, കാരണം വേറെ ആരും ഇതൊന്നും വായിക്കുകയും നോക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് കരുതിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അവർക്ക് സഹിക്കുക ചെയ്യാന്നിട്ട് അവരിത് പറഞ്ഞത്. കാരണം അവരുടെ ഒരു മതത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് സതീശൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. സുഹൃത്തുക്കളെ, ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് ഇത്തരം വാർത്തകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നീല ബാർ തെളിഞ്ഞു വരും. അവിടെ ഒന്ന് വിരലമർത്തുക, തൊട്ടപ്പുറത്ത് ബെൽ ഐക്കൺ അമർത്തുക.